മിഥില ബാലൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില താമരശ്ശേരിയിൽ നിന്നാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥില, ഈ മുഹമ്മദ് ഷഹബാസിനെ കുറിച്ച് അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു എന്ന് സഹപാഠികൾ പറയുന്നുണ്ട്. ഈ കായിക ഇനങ്ങളിലൊക്കെ നല്ല മികവ് പുലർത്തിയിരുന്നു എന്ന് അവിടെയുള്ള നാട്ടുകാരിൽ ചിലർ പറയുന്നത് കേട്ടു. ഈ കുടുംബം അങ്ങനെ വലിയൊരു സാമ്പത്തിക സ്ഥിതിയൊന്നുമുള്ള ആളുകളല്ല. വളരെ കഷ്ടപ്പെട്ട് ആ മകനെ നല്ല വിദ്യാഭ്യാസം നൽകി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാക്കളാണ്. അവർക്കിത് താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് നിസ്സംശയം നമുക്കറിയാം. എന്താണ് ആ വീട്ടിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം, അതിനുശേഷം മൃതദേഹം ഖബറടക്കുന്ന അടക്കമുള്ള വിവരങ്ങൾ എങ്ങനെയാണ് മിഥില? ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടതാണ്. നമ്മൾ രാവിലെ 6 മണിക്ക് എത്തിയ മുതൽ കണ്ടതാണ്. ഇത് താമരശ്ശേരിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് വാടക വീടാണ്. ആ വാടക വീട്ടിൽ നിന്നും അല്പസമയം മുമ്പ് മാതാവിനെയും പിതാവിനെയും ഈ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തറവാട്ട് വീട്ടിലാണ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത് മയ്യത്ത് നിസ്കാരം ചുങ്കം താമരശ്ശേരി ടൗണിൽ തന്നെയുള്ള ചുങ്കം ടൗൺ ജുമാ മസ്ജിദിലാണ്. അതിനുശേഷം ഖബറടക്കം നടക്കുക കെടബൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. ഇങ്ങനെയാണ് അതിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടെ നിന്ന് മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കുന്ന മുറയ്ക്കായിരിക്കും ഇത്തരം കാര്യങ്ങൾ. എന്തായാലും വീട്ടിൽ പൊതുദർശനത്തിന്, അതായത് തറവാട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തറവാട്ട് വീട്ടിന് തൊട്ടടുത്താണ് പുതിയ വീട് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാവാത്ത സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിന് സമീപത്തെ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഒരാളുടെ പോലും കണ്ണു നിറയാതെ ഒരാൾക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. പറയുന്ന വാക്ക് മുഴുമിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വിതുമ്പി പോവുകയാണ്. നിഷ്കളങ്കനായ പയ്യൻ, എല്ലാവരുമായും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന കുട്ടി, ഒപ്പം തന്നെ പഠനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ. ഇങ്ങനെയാണ് ഷഹബാസിനെ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത്. ഷഹബാസിൻ്റെ ഒത്തിരി കൂട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നത്തിൽ അവൻ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് അവൻ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടാവാതെ ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു, അവൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പൊട്ടിക്കൊണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത്. എന്തുതന്നെയാലും വളരെ സങ്കടകരമായ ഒരു കാഴ്ച അതുതന്നെയാണ് ഈ താമരശ്ശേരിയിലെ വീട്ടിൽ നിന്നും താമരശ്ശേരി ടൗണിൽ നിന്നുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടുകാരെല്ലാം തന്നെ ഇവിടെ അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തറവാട്ട് വീട്ടിലേക്ക് എല്ലാവരും പോയിരിക്കുകയാണ്. തറവാട്ട് വീട്ടിലാണ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യം. കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്നത്, ഷഹബാസിനെ ആദ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ്. ഇപ്പോൾ പോലീസ് അവിടെ എത്തി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. റീജിത്ത്, ഇതിലെ ഈ ഷഹബാസ് വീട്ടിലെത്തിയതിന് ശേഷം നടന്ന കാര്യങ്ങൾ, അവർക്ക് ഈ രക്ഷിതാക്കൾക്കും ഒറ്റ നോട്ടത്തിൽ ഇത്രയും ഗുരുതരമായ പരിക്ക് അവന് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്താണ് ഈ വീട്ടിലെത്തിയ ശേഷമുള്ള കാര്യങ്ങൾ, വീട്ടിലേക്ക് വരുന്ന സംഭവം, അതൊക്കെ ഈ ബന്ധുക്കൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ? ഇവർ പ്രത്യക്ഷത്തിൽ അവന് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വന്ന് കിടന്നു, പിന്നീടാണ് ഛർദ്ദിക്കുന്നു, അതിനുശേഷം നുരയും പതയും ഒക്കെ വായുന്നു വരുന്നു. അങ്ങനെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ആരോഗ്യനില അല്പം വഷളായിരുന്നു. അവിടെ നിന്ന് തന്നെ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ എത്തിയ ഉടൻ തന്നെ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യം, 60% തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ എത്രത്തോളം കഴിയും എന്ന ഉറപ്പ് നൽകാൻ കഴിയില്ല. എന്നാലും തങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്യും എന്ന് തന്നെയായിരുന്നു ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 10:30 ആരോഗ്യനില കൂടുതൽ വഷളാവുകയും താമരശ്ശേരിയിലെ വീട്ടിലുണ്ടായിരുന്ന ഉമ്മയെ, മകനെ ഒരു നോക്ക് കാണാനായി അങ്ങോട്ട് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് 12:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ അമ്മ ഇങ്ങോട്ട് താമരശ്ശേരിയിലെ വീട്ടിലേക്ക് വന്നു. ആ നിമിഷം മുതൽ തളർന്നു കിടപ്പാണ് ആ മാതാവ്. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും അങ്ങോട്ട് തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയത്. രജിത്ത്, മിഥില ബാലൻ താമരശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നുകൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജുവനൈൽ കോടതിയിൽ നിന്നാണ് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നത്. അഭിജിത്ത്, ഈ കോടതിയിൽ നിന്ന് എടുക്കുന്ന തീരുമാനം അത് പ്രധാനമാണ്. ഈ മാതൃകാപരമായ ശിക്ഷ ഈ വിഷയത്തിൽ ഉറപ്പാക്കണം, അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ആവശ്യം അതിശക്തമായി പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പശ്ചാത്തലമാണ്. കോടതി ഇന്ന് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനവുമാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഭിജിത്ത്? ഞാനിപ്പോൾ ഉള്ളത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിലാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ഈ വിദ്യാർത്ഥികൾ, ഈ 5 പേരും ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ടി.കെ ചോദിച്ചതുപോലെ തന്നെയാണ്, സാധാരണ കോടതി നടപടികൾക്ക് അനുസൃതമായി ഇവിടെ നീങ്ങാൻ കഴിയില്ല. കാരണം 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്.
15 വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായം. അതിനാൽ തന്നെ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തന്നെ താമരശ്ശേരി പോലീസ് ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം വിടുകയാണ് ഉണ്ടായത്. ഇന്ന് വീണ്ടും ഹാജരാകാനുള്ളൊരു നോട്ടീസ് ഇവർക്ക് നൽകുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇവർക്കെതിരെ ഷഹബാസ് മരിച്ച സാഹചര്യത്തിൽ, ഷഹബാസ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇവർക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5 വിദ്യാർത്ഥികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കിതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും 5 പേരും 11 മണിയോടുകൂടി തന്നെ ഇവിടെ ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TK, ഇതിലിപ്പോൾ 5 പേരാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് രക്ഷിതാക്കൾക്കൊപ്പം പിന്നീട് വിട്ടയച്ചത്. കൂടുതൽ പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുണ്ടോ എന്നതടക്കമുള്ള ആലോചന അല്ലെങ്കിൽ അക്കാര്യത്തിലുള്ളൊരു അന്വേഷണം കൂടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി നടക്കുന്നുണ്ട്. ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതൊരു 5 പേർ മാത്രം നടത്തിയ ഒരു ആക്രമണമല്ല എന്ന് വ്യക്തമായതാണ്. ഒരു കൂട്ടം ആൾക്കാർ, 10ഓ അതിലധികമോ ആൾക്കാർ ചേർന്നാണ് ഈ മർദ്ദനം നടത്തുന്നത്, ഈ ആക്രമണം നടത്തുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇത് ഈ സംഘട്ടനത്തിലാണ്, ഈ ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. ഷഹബാസിന്റെ തലയ്ക്ക് പുറകിൽ പരിക്കേറ്റത്. നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആയുധങ്ങൾ ഇവരുടെ കയ്യിലേക്ക് എത്തിയത്? ഇവർക്ക് മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? ഇവരുടെ കുടുംബപരമായി ആ രീതിയിലുള്ള എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ആ രീതിയിലുള്ള കേരളത്തിലെ ഒരു രക്ഷിതാക്കൾക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്, ഒരു വിദ്യാർത്ഥിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ശിക്ഷ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ 5 പേരെ, ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന കസ്റ്റഡിയിലുള്ള 5 പേരെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത 5 പേരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കുകയാണ്.